ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മലമ്പുഴയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം അതേ മഞ്ഞുവിൻ്റെ അച്ഛനും കൂടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് വിട്ടു കേട്ടോ. അവിടെ നമ്മുടെ കൂടെ 2 കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് സന്തോഷമായിക്കോട്ടെ പറഞ്ഞിട്ട് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലേക്ക് വന്നതും കറങ്ങുന്ന താറാവിൻ്റെ മേലെ കയറിയിരിക്കണം പറഞ്ഞപ്പോൾ അൻവീനെ കയറ്റിയിരുത്തി കേട്ടോ. പിടിക്കാൻ നല്ല ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് അവൻ നന്നായിട്ട് പിടിച്ചിരുന്നു. അടുത്തത് നിറയെ സീറ്റുള്ളത് കൊണ്ട് 2 പേർക്കും നേരിരിക്കാൻ പറ്റിയിട്ട് അവർ 2 പേരും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരും ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവൻ പിന്നെ കയ്യിൽ നന്നായി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് നേരം കളിക്കേണ്ട, നമുക്ക് അടുത്തയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ അൻവീനെ എണിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളായിരുന്നു കേട്ടോ. അവൻ എന്തായാലും കരയാൻ തുടങ്ങും. അടുത്തത് ഒരു സീറ്റ് ഉള്ളതുകൊണ്ട് അവനെയാണ് കേട്ടോ ഇരുത്തിയത്. അവളപ്പോൾ വേറെ കളിപ്പാട്ടത്തിലേക്ക് പോയി. അവൻ 2 കയ്യിലും പിടിച്ചിട്ട് നല്ലോണം ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അവന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതിൽ 2 സീറ്റ് ഉള്ളതുകൊണ്ട് അവർ 2 പേരും കൂടി ഒരുമിച്ചിരുന്നാണ് കളിച്ചത്. അപ്പോൾ അതിന് കുറച്ചും കൂടി സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് എണീച്ച് നിന്നിട്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇരുന്നിട്ട് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം അച്ഛൻ അവിടെ അപ്പുറത്ത് നിന്നിട്ട് ആട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 2 പേരും കൂടി നന്നായിട്ട് ചിരിച്ചിട്ടാണ് കളിക്കുന്നത്. അവർക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒരുപാട് നേരം കളയണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി അടുത്തതിൽ കയറാൻ പോവാണ് കേട്ടോ. അടുത്തത് കയറാൻ പോയി. അപ്പോൾ അത് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുള്ളതായിരുന്നു. അപ്പോൾ അനുവിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് അത് ഇത്തിരി പേടിയായിട്ട് തോന്നി കേട്ടോ. 3 സൈഡിൽ നിന്നും ഇറങ്ങാനും സ്റ്റെപ്പുള്ളതും കയറാൻ പറ്റുന്നതും ഉരുസി വരുന്നത് തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ അത് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവൾക്കത് പേടിയായിട്ട് ഞങ്ങളതിൽ ഇറങ്ങി വന്നു കേട്ടോ. അടുത്തത് ഇതിനേക്കാൾ ഹൈറ്റ് കുറച്ചുള്ളതായതുകൊണ്ട് അവൾക്ക് കുറച്ച് നന്നായിട്ട് കളിക്കാൻ പറ്റി. പക്ഷേ ഒരേ ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ ആ ഡ്രസ്സായിരുന്നു. ഞങ്ങൾ ശരിക്കെന്ന് പറഞ്ഞാൽ മലമ്പുഴ ലക്ഷ്യമാക്കി വന്നതല്ല, ഞങ്ങളൊരു ഫംഗ്ഷന് വന്നതായിരുന്നു. അതുകൊണ്ടാണ് ഈ ലോങ് ടൈപ്പ് ഡ്രസ്സ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അവൾക്കത് കളിക്കുമ്പോൾ കുറച്ച് ഡിസ്കംഫേർട്ട് ആയിരുന്നു. എങ്കിൽ കൂടി അവളത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നന്നായിട്ട് അവസരം മുതലെടുത്തു എന്ന് തന്നെ പറയാം. കാരണം ഇനിയൊരു അവസരം വിട്ടാൽ ഇനി കിട്ടില്ലല്ലോ. അതുകൊണ്ട് അവളത് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു. അപ്പോൾ ഉരുസി വരികയാണ് കേട്ടോ. അതൊന്ന് വീണു. അപ്പോൾ അവളൊന്ന് വേദനിച്ചുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അടുത്ത അവൾ മുകളിൽ നിന്ന് വന്നു ഉരുസിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയമൊക്കെ അൻവി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അൻവിക്ക് ഹൈറ്റുള്ളതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടാൻ തുടങ്ങി. അപ്പോൾ അവനെ അങ്ങനെ വിടാൻ പറ്റാത്തതുകൊണ്ട് ചോട്ടുന്ന വെറുതെ നമ്മൾ പിടിച്ചിട്ട് തന്നെ അങ്ങനെ ആക്കിയിട്ടോ. അപ്പോൾ അടുത്തത് അനുവാണ് അതിൽ കയറിയത്. പക്ഷെ അവൾക്കത് ഒരുപാട് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് അവൾക്ക് നല്ല പേടിയായിരുന്നു. അതുപോലെ സ്റ്റെപ്പും കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പല്ല. അപ്പോൾ അവൾക്ക് ആ ഉടുപ്പൊക്കെ നന്നായിട്ട് അത് കാലിൻ്റെ ഇടയിലൊക്കെ കയറുന്നുണ്ട്. കുറച്ച് നീളം കൂടിയ ഉടുപ്പായതുകൊണ്ട് കയറുമ്പോഴും നല്ലോണം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എനിക്ക് പേടിയാവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറിക്കോ വീഴില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ കൂടി അവൾ അവിടെ തന്നെ നിൽക്കുക. അവൾ കയറിയില്ല. അവൾക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ അവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് അടുത്തയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഞങ്ങളെ നോക്കി കയറണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ അങ്ങനെ നിന്നു. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി വാ, നമുക്ക് വേറെയിൽ പോവാമെന്ന് പറഞ്ഞപ്പം അവൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് ഞങ്ങൾ അടുത്തയിലേക്ക് പോയി. അടുത്തതും ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ അത് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ അവൾക്ക് നല്ലോണം അതിൽ കയറി കളിക്കാനൊക്കെ പറ്റി. ഇടയിൽ വേറെയും സ്റ്റെപ്പുള്ളതും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ അതിലൊന്നും കയറിയില്ല. ഇങ്ങനത്തെ ടൈപ്പുള്ളതിലാണ് അവൾക്ക് കൂടുതൽ കളിക്കാനായിട്ട് ഇഷ്ടം കേട്ടോ. ഇടയിൽ ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ അവൾ കളിച്ചു. ഈ സമയം അൻവിയും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ വീഡിയോ അത്രയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അവളുടെ കൂടെ അവർ 2 പേരും ഉള്ളതുകൊണ്ട് അനുവിൻ്റെ കൂടെ ഞാനാണ് കേട്ടോ നിന്നത്. അങ്ങനെ അവൾ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ഹൈറ്റ് കുറവുള്ളതായതുകൊണ്ട് അവൾക്ക് നല്ല സുഖമായിട്ട് കളിക്കാൻ പറ്റി കേട്ടോ. അടുത്തത് അവൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അൻവിയും അപ്പുറത്തെ സൈഡ് ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. അവർ 2 പേരും അവൻ്റെ അടുത്തൊരു സീറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളും അതിൽ പോയിട്ട് ആടാൻ തുടങ്ങി. അപ്പം അവൻ കുറച്ച് സ്ലോ ആയിട്ട് ആടുന്നതുകൊണ്ട് തന്നെ അവൾ സ്പീഡിൽ ആടുമ്പോൾ അവളെ നോക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ അവനങ്ങനെ ആട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവളുടെ അടുത്തും കുറച്ച് മെല്ലെ ആടിയാൽ മതി, വീഴുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ അവരെ കളി ഇങ്ങനെ നടന്ന സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. സമയം കുറേ നേരം എടുത്തു പാർക്കിൽ. അവരെന്തായാലും 2 പേരും നന്നായി എൻജോയ് ചെയ്തു. നല്ലോണം സന്തോഷമായിട്ട് അവർക്ക് 2 പേർക്കും. ഞങ്ങൾ ആദ്യം തന്നെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ ഗാർഡനും അതുപോലെ ഡാമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരം കളയാതെ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും
കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.